കേരളത്തിലെ സാധാരണക്കാരുടെ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവന മാർഗമായ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് ഇന്ന് വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുകയാണ്. ഒരു വശത്ത് ടിക്കറ്റ് വിൽപ്പനയിലെ ഇടിവും സാധാരണക്കാരായ വിൽപ്പനക്കാരുടെ കണ്ണീരും, മറുവശത്ത് സമ്മാനഘടനയിലെ പരിഷ്കരണ നീക്കങ്ങളും, അതോടൊപ്പം തന്നെ ലോട്ടറി ഡയറക്ടറേറ്റിനെ നിഴലിക്കുന്ന ചില ദുരൂഹമായ ക്രമക്കേടുകളെ കുറിച്ചുള്ള സംശയങ്ങളും ഉയരുമ്പോൾ കേരള ലോട്ടറി വിപണി ഇന്ന് വലിയൊരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സർക്കാർ ഒരു ദിവസം 1,08,00,000 ടിക്കറ്റുകൾ അച്ചടിച്ചിറക്കുമ്പോൾ അതിൽ ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം, മൂന്നാം സമ്മാനം എന്നിവ ഓരോന്നു വീതവും 11 പേർക്ക് സമാശ്വാസ സമ്മാനവും, കൂടാതെ 20,520 പേർക്ക് 5,000 രൂപയും, 6,480 പേർക്ക് 2,000 രൂപയും, 27,000 പേർക്ക് 1,000 രൂപയും, 82,080 പേർക്ക് 500 രൂപയും, 99,360 പേർക്ക് 2,000 രൂപയും, 1,55,520 പേർക്ക് 100 രൂപയും ഉൾപ്പെടെ ആകെ 3,90,974 ടിക്കറ്റുകളാണ് സമ്മാനമായി നൽകുന്നത്. ഇതിനർത്ഥം ബാക്കി വരുന്ന ഭൂരിഭാഗം ടിക്കറ്റുകളും യാതൊരു സമ്മാനവുമില്ലാതെ പാഴ്ക്കടലാസായി മാറുന്നു എന്നതാണ്. നിലവിൽ ലോട്ടറി വിൽപ്പനയിൽ വലിയ രീതിയിലുള്ള ഇടിവ് സംഭവിച്ചിട്ടുള്ളതിനാൽ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനുകളിലും മറ്റും ടിക്കറ്റ് വിറ്റ് ജീവിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരനായ തെരുവു കച്ചവടക്കാർക്ക് ഇത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഈ മന്ദത മറികടക്കാനും പൊതുജനങ്ങളെ കൂടുതൽ ആകർഷിക്കാനുമായി ലോട്ടറി അടിക്കാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 5,000 രൂപയുടെ സമ്മാനങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഭാഗ്യക്കുറി വകുപ്പ് നിർണായകമായ സമ്മാനഘടന പരിഷ്കരണത്തിനൊരുങ്ങുകയാണ്. എന്നാൽ ഈ പരിഷ്കരണ നീക്കങ്ങൾക്കിടയിലും വകുപ്പ് വിൽക്കാത്തതോ ഏജൻസികൾക്ക് കൈമാറാത്തതോ ആയ ടിക്കറ്റ് നമ്പറുകൾക്ക് സമ്മാനങ്ങൾ ക്ലെയിം ചെയ്യപ്പെടുന്നു എന്ന തരത്തിലുള്ള ഗുരുതരമായ ക്രമക്കേടുകൾ പുറത്തു വരുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. സാധാരണയായി 5,000 രൂപയ്ക്ക് താഴെയുള്ള സമ്മാനങ്ങൾ പ്രാദേശിക ഏജന്റുമാർ വഴിയോ ജില്ലാ ഓഫീസർ വഴിയോ എളുപ്പത്തിൽ മാറാൻ കഴിയുമെന്നിരിക്കെ ആളുകൾ ടിക്കറ്റുകളുമായി നേരിട്ട് തിരുവനന്തപുരത്തുള്ള ലോട്ടറി ഡയറക്ടറേറ്റിലേക്ക് എത്തുന്നത് വ്യാജ ടിക്കറ്റ് നിർമ്മാണമോ ഉദ്യോഗസ്ഥ തലത്തിലുള്ള അട്ടിമറിയോ നടന്നതുകൊണ്ടാകാമെന്ന സംശയം ബലപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പം തുടങ്ങി ഈ പ്രസ്ഥാനത്തിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനും ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ സംരക്ഷിക്കാനും ഉന്നതതല അന്വേഷണവും കർശനമായ സുതാര്യതയും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്.